വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ അഗെയിൻ നമ്മൾ പുതിയൊരു ട്രാവലിലാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ സിറ്റിയിലോട്ട് പോവുകയാണ്. ഇന്ന് ഒരു കിടിലൻ സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ അംജു? അതെ അതെ അതെ, ഇന്നൊരു കിടിലൻ സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം ഇന്ന് നമ്മൾ പോകണ ഗ്രാൻഡ് ഹയാത്തിൽ ട്രിവാൻഡ്രത്തുള്ള ഹയാത്തിലോട്ട് പോവുകയാണ്. അംജുനെ ഒരു തവണ പോയപ്പോഴത്തേക്ക് ഇറക്കി വിട്ടു അല്ലേ? എന്തിനായിരുന്നു ഇറക്കി വിട്ടോ? വീഡിയോ എടുക്കാൻ പോയതാ. ഇവൻ ഏതോ സെലിബ്രിറ്റി വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് കുറച്ച് നിർത്തിയപ്പോൾ അവർ ഇറങ്ങി പോകാൻ പറഞ്ഞു. ലോബിയിലുള്ള ആൾക്കാർ ഇറക്കി വിട്ടുവനാ. ഞാനും എൻ്റെ കൂടെ വേറെ രണ്ടുപേരും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുണ്ടായിരുന്നു, ഇവരെയൊക്കെ ഇറക്കി വിട്ടു. അപ്പോൾ ഇന്ന് ആ ഹയാത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ പോയി അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മളങ്ങനെ അങ്ങോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ കൂടെ രണ്ടുപേര് ഫ്രണ്ടിലിരിപ്പുണ്ട്, നമ്മൾ ബേക്കിലിരിപ്പുണ്ട്, ഇനി രണ്ടുപേര് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കാഴ്ച മുടിപ്പിക്കും, അത് വേറെ കേസ് അല്ലേ? കഴിച്ചിട്ടേ വരൂ. അതെ അതെ. അവിടെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇപ്പോഴും ഡേറ്റ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. അവിടെ പോയതിനു ശേഷം ഒന്ന് പറഞ്ഞുതരാം. അവിടെ എത്രയോ ദിവസത്തേക്ക് അറബിക് ഡിഷസിൻ്റെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. അവിടെ അറബിക്ക് മാത്രമല്ല, ടർക്കിഷ് അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്തൊക്കെയാണ് പരിപാടി. അതിനകത്ത് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. എനിക്കിനി ട്രിവാൻഡ്രത്ത് കയറുന്ന ആഗ്രഹം ഉണ്ടായിരുന്നുള്ള ഒരു എന്താ പറയുക ഹോട്ടലിൽ ഒന്നായിരുന്നു ഹയാത്ത്. വേറെ ലെവലാണ്. ഫോട്ടോസിനും വീഡിയോസിലും കണ്ടിട്ടുള്ളൂ. അപ്പം അത് സഫലീകരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനിയുള്ളത് ഒബൈ താമരയിൽ ഒന്ന് കയറണം. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം കയറിയിട്ടുണ്ടോ ഒബൈ താമര? ഞാൻ കയറിയിട്ടില്ല. ഒബൈ താമര ആഗ്രഹിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഏതായിരുന്നു? ലീല റാവീസ് ആയിരുന്നു. ഓ, അത് വേറെ ലെവലായിരുന്നു. റാവീസ് ലൂക്കോച്ചക്കാരനെ ഞാൻ കേട്ടിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. റാവീസ് വേറെ റേഞ്ചാണ് ഗൈസ്. അപ്പൊ അതുപോലെ എനിക്ക് ഇനി ഉള്ളൊരാഗ്രഹം ഒബൈ താമരനോട് ഒന്ന് കയറണം. പണ്ട് ഞാൻ കല്യാണത്തിന് പോയപ്പോൾ കയറിയതാണ് ആണല്ലേ, അസിസ്റ്റന്റ് ആയിട്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ കയറിയതാണ്. സെറ്റ്. ഇവിടെയൊക്കെ റോഡ് പണി അടയ്ക്കണം സുഹൃത്തുക്കളെ. ഭയങ്കര ഷോക്കാണ് ഒഴി പോകാൻ വേണ്ടിയിട്ട്. 7 മണിക്ക് പോകാൻ പറഞ്ഞതാണ്, എത്താൻ പറഞ്ഞാണ് 7 മണിയായിട്ട് നമ്മൾ പകുതിയിലെത്തിയതുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഒരു 2 മണിക്കൂർ മുമ്പേ തിരിക്കണം കേട്ടോ. അതെ, എന്നാലും നമുക്ക് എത്താൻ കഴിയത്തുള്ളൂ. പിന്നെ അവിടെ പോയി കാണാം. ബൈ ഗായ്സ്. ഇപ്പം നമ്മളെ കവടിയാറെത്തി. ശരിക്കും പറഞ്ഞാൽ ഇത്തവണയും പ്ലാൻ മുഞ്ചിന്ന് വേണമെങ്കിൽ പറയാം. ഹയാത്തിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ലാസ്റ്റ് നിമിഷം, നിങ്ങൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇറങ്ങണ്ട, നമ്മൾ നാളത്തേക്ക് മാറ്റി അവിടെ ഒന്നും സെറ്റായിട്ടില്ല എന്ന് പറഞ്ഞു, ഇന്നൊന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചു വന്നാൽ നമ്മൾ പയ്യന്മാരെല്ലാവരും വന്ന് രണ്ടോമര് വന്നുകൊണ്ട് നമ്മൾ തിരിച്ചു പോയി. എന്ത് ചെയ്യാല്ലേ? അപ്പോൾ ഒരു നാളെ ചെയ്യാമോ എന്ന് ചോദിച്ച് നമ്മൾ ഓരോരുത്തരും ഫ്യൂലൊക്കെ കളഞ്ഞ് നമ്മൾ വന്നതാണ് മറ്റേ മരിച്ചെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്നത് വെച്ചാൽ ഹയാത്ത് പോയെങ്കിൽ പോയിട്ട് പ്ലേറ്റഡിലോട്ടാണ് പോകണം. പ്ലേറ്റഡിൽ ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലേക്ക് ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഫസ്റ്റ് വന്നേ ഉള്ളൂ. അടിപൊളി സാധനമാണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് പോയി കഴിച്ചു നോക്കാം. പഴകിയ എങ്ങനെയാണ് എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഡ്രൈവർ മാറി, ഞാനായി സിഗ്നൽ മാറി. പോവാം. റെഡി ടു റിയാസ്. അയ്യാ പകല്ലേ. ഗൈസ്, നമ്മൾ വഴുതക്കാടെത്തി. വഴുതക്കാടാണ് ഹയാത്തുള്ളത്, ദോ അവിടെ. പക്ഷേ നമ്മുടെ ഇർഫാൻ ബ്രോ രക്ഷിച്ചു. നമ്മൾ ഇൻഫ്യൂസ്ഡ് കഴിക്കാൻ പോവാണ്. ഹയാത്തില്ലെങ്കിൽ ഇൻഫ്യൂസ്ഡ്. നാളെ നമ്മൾ വരൂല ഹയാത്തിൽ, നാളെ നമ്മൾ വരൂല. ദോ അവിടെ ഉണ്ട്, ദോ കാണിച്ചെടുത്താൽ ദൂല്ല അവിടെ. ഇനി ഇങ്ങോട്ട് തിരി, അതാണ്. അപ്പോൾ അവിടെയാണ് ഹയാത്തിരിക്കുന്നത്. നാളെ നമ്മൾ വരൂലെന്ന് പറഞ്ഞാൽ വരൂല, വേറെ എന്തെങ്കിലും വരും. അതെ, നമ്മളെ വ്ളോഗ് അവർക്ക് കാണാനും ഇടാനും ഭാഗ്യമില്ല, അത്രേ ഉള്ളൂ. ഗൈസ്, പ്ലേറ്ററിൽ പറഞ്ഞ വഴി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ട് വരേണ്ടത്. പക്ഷേ ആ BMW ഇവിടെ കയറി ഇത്ര നീളമുള്ള വണ്ടി ഇതിനേക്കാളും. ഇതിന് ഇവിടെ ഇട്ട് ഉണ്ടാക്കിയിട്ടെ ഇറക്കാൻ പറ്റാതെ കിടക്കണേ. എങ്ങനെ എന്തെങ്കിലും ആയിരിക്കും? എങ്ങനെയാണോ? അപ്പോൾ ഇർഫാൻ്റെ തന്നെ ചോദിച്ചു നോക്കാം. ഇതെങ്ങനെ ഈ വണ്ടീനകത്ത് കയറ്റി? എനിക്കതാണ് മനസ്സിലാവാത്ത. ആണോ ഈ വീഡിയോ ഇതെങ്ങനെ ഈ വണ്ടീനകത്ത് കയറ്റി? എൻ്റെ പൊന്നെ, നമ്മളവിടെ കൊണ്ടിട്ട് തിരിച്ച് കയറ്റാൻ വേണ്ട പാടെ. അതിനകത്ത് നീളമുള്ളൊരു വണ്ടി ഇവിടെ കൊണ്ടിട്ട് സീൻ. ഗൈസ്, ഇതാണ് ഇർഫാൻ. നമ്മുടെ മലേഷ്യൻ ട്രിപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പ്ലേറ്റഡിലെ ഓണറാണ് ഇവിടുത്തെ, ട്രിവാൻഡ്രത്തെ. ചൂട് അല്ലേ? സുഖമല്ലേ? ഓക്കെ, ഇവിടെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, ഇൻഫ്യൂസ്ഡ് ചിക്കൻ അല്ലേ? എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്യൂസ്ഡ് ചിക്കൻ കഴിക്കാൻ ഇവർ ഇൻഫ്യൂസ്ഡ് ചിക്കൻ്റെ ഭയങ്കര ഫാനാണ്. ഒരു വൈറ്റ് സാധനമാണ്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, കാണിച്ചു തരാം. നമ്മളെ റീലിൽ വരും. അടിപൊളി സാധനമാണ്. ഗൈസ്, പ്ലേറ്റഡിലാണ് ദ ഇൻഫ്യൂസ്ഡ് ചിക്കൻ. സെറ്റ് അത് ഓക്കെ ഗൈസ്. അപ്പോൾ 6 ഡിഷസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പേര് മാത്രമേ കറക്റ്റ് അറിയാവൂ. ക്രീമി അത് കറക്റ്റ് അറിഞ്ഞോളാം. ഓക്കെ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് ചോദിച്ചിട്ടില്ല, അത് ചോദിച്ചോ. ഇത് അടിപൊളി സാധനമാണ്. ഒരു മസ്റ്ററിങ് ഞാൻ പറഞ്ഞു കേട്ടോ, ഈ ക്രീമി സംഭവം ഇത് അടിപൊളിയാണ്. ബാക്കിയും കൊള്ളാം. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അതാണ് അത് എടുത്ത് പറഞ്ഞു. കാണിച്ചു കൊടുത്തു. ഇത് ഞങ്ങളിങ്ങനെ കുത്തി ഇളക്കി ഇടിക്കുക. കഴിച്ച് കാണിച്ചില്ല. ഇത് ഇങ്ങോട്ടാണ് കഴിച്ച് കാണിച്ചില്ല. ഞാൻ ഇവിടെ നിന്ന് ഒരിടന്ന് ഇങ്ങനെ പിച്ചെടുത്ത് ഈ ക്രീമിലിട്ട് ഇങ്ങനെ ഇളക്കി
പൊന്നെ ഇത് രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഇത് കാണുവാൻ കാണിച്ചത്. ഇപ്പോൾ ഇത് കാണിച്ചു അങ്ങോട്ട് കാണിച്ചു പൊളിഞ്ഞു വരും. ഇത് പഞ്ഞി പോലെ ഉണ്ടോ, ഇത്രയ്ക്ക് ഇതാ പഞ്ഞി പോലെ അങ്ങ് പോകും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതിങ്ങനെ എടുത്തിട്ട് ഗൈസ് അപ്പോൾ എല്ലാവരും ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളും കഴിക്കണം. എന്തിനാണ് എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? കൊള്ളാം. ഏത് ഇഷ്ടപ്പെട്ടു? ഓക്കെ, നിനക്കതാണ്, എനിക്കും അതാണ്. നിനക്കതാ ഇഷ്ടപ്പെട്ടെ? ഇത് എല്ലാവരും ക്രീമിലോട്ടാണല്ലോ പറയുന്നത്. നിനക്ക് അത് ഓക്കെ ഗൈസ്, ഇത് വൈറ്റാ. അവൻ ഇത് രണ്ടുമാണ്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങളാരും ഇത് കഴിച്ചില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതുകൂടെ കഴിച്ചു നോക്കെ. ഇത് കൊള്ളാല്ലേ? ഇത് അടിപൊളി. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാത്തിലും 6 ഐറ്റത്തിൽ ടോപ്പിക്കുന്ന ഇദ്ദേഹമാണ് കേട്ടോ. അടിപൊളി സാധനം, സെറ്റ്. അതിൻ്റെ ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അതിൻ്റെ അടിപൊളി കേട്ടോ. ഓക്കെ അല്ലേ? സ്ഥലം പ്ലേറ്റഡ് ആണ്, ട്രിവാൻഡ്രം. സെറ്റ്. ആയിക്കൊണ്ട് വാ. അങ്ങനെ എൻ്റെ സ്വപ്നമായ BMW സ്വന്തമാക്കിയിരിക്കുകയാണ്. എൻ്റെ BMW 320. 320. അപ്പോൾ ഗൈസ് പ്ലേറ്റഡ് നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇതാ ബേക്കറി ജംഗ്ഷനുള്ള പ്ലേറ്റഡ് ആണ്. ഇപ്പോൾ റെനോവേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇൻഫ്യൂസ്ഡ് ചിക്കൻ വന്ന് നമ്മൾ കഴിച്ച് നിങ്ങൾ കണ്ടാണല്ലോ, ഒരു രക്ഷയില്ല. നല്ല പൂ പോലെ പഞ്ഞി പോലെ ഇരിക്കണം. ഒന്ന് കഴിച്ചു പോകണം കേട്ടോ. കഴിച്ചിട്ട് കമൻറ്റും പറയണം. ഇൻസ്റ്റാഗ്രാമിൽ ലൂക്കാച്ച് എന്നാണ് പേര്. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ എന്താ പറയുക മെസ്സേജ് ഇടുക കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളൊരു കാര്യം. ഓക്കെ, അതെ, ഇത് അംജിത് ഖാൻ. ഓക്കെ, അപ്പോൾ ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. വീണ്ടും എങ്ങോട്ടെങ്കിലേക്ക് പോട്ടെ. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി ഇപ്പോൾ എവിടെ എത്തി? ശംഖുമുഖത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാം വൈബായിട്ടുണ്ട്. 1 മാസത്തിന് മുമ്പ് വന്നപ്പോഴത്തേക്ക് ശംഖുമുഖത്ത് അവിടേക്ക് പോയി നിൽക്കുകയായിരുന്നു. ഇപ്പം എന്താ ഇങ്ങ് അറ്റം വരെ വന്നു ഗൈസ്. ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഇരിക്കും അല്ലേ? വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. അതെ അതെ അതെ, കണ്ടപ്പോൾ തന്നെ വിഷമം തോന്നുന്നു. പണ്ട് അവിടേക്ക് വന്നിരുന്ന് ഒരുപാട് കഥകളും വിഷമങ്ങളും തിരയെണ്ണിയിട്ടുണ്ട്. അതെ, അങ്ങൊക്കെ പോയിട്ട് വരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം പോയി. അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെയുള്ള അവസ്ഥ ഇതാണ്. കണ്ട ഈ അറ്റം മൊത്തം പോയി ഗൈസ് ഇങ്ങനെ. പിന്നെ ഇവിടെയൊക്കെ ഇപ്പം അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെയാണ് അവസ്ഥ ഗൈസ്. ശംഖുമുഖമൊക്കെ പോയി. ഇനി എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും നടക്കില്ല. വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലാതെ ശംഖുമുഖം ഇനി റെഡിയാക്കാൻ പറ്റും തോന്നില്ല അല്ലേ? വളരെ വിഷമമുണ്ട് ശംഖുമുഖം ഇങ്ങനെ ആയതിൽ. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ നേരെ ആവുമെന്നറിയാം. എന്നാലും ഇപ്പോൾ കിടക്കണ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. സത്യം. കാരണം നീലക്കുയില, അതാ നീലക്കുയിൽ, ഒരു വെള്ളക്കുയിൽ സൈഡ് ചെയ്ത് പാടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് കാണുമ്പം സങ്കടമുണ്ട് ഗൈസ്. പണ്ട് വാപ്പായൊക്കെ ഗൾഫിൽ കൊണ്ടാക്കിയിട്ടൊന്ന് നമ്മൾ അല്ലെങ്കിൽ പോകും വരുമ്പോഴത്തേക്ക് ഇവിടേക്ക് ഇറങ്ങി നിന്നിട്ട് ഇതിനൊക്കെ ഇവിടേക്ക് നിന്ന് മീനൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ പുതിയ ഷോപ്പുകളൊന്നും ഗൈസ്. ഇതുകൊണ്ടല്ലേ രസമുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും. നല്ല കാറ്റുണ്ട്. ഓ ബാബുവാ ചടിക്കോ വെള്ളം. ഓക്കെ, ഞാനും വെള്ളം. അയ്യോ, എവിടെ പോ? നീ ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണിച്ചു കൊടുത്തു പിള്ളേർക്ക്. ഇവിടെ കണ്ട എണ്ണപ്പനയൊക്കെ വെച്ചല്ല ഈന്തപ്പനയൊക്കെ വെച്ചിട്ട് ആംബിയൻസിനെ കാണിച്ചു. വരൂ 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 വരൂ. ഓടാം ഗൈസ്. നമുക്ക് 2 പേർക്കും 10 വയസ്സ് കുറഞ്ഞ് ഇല്ലേ? യെസ്, അവർക്ക് വയസ്സായിപ്പോയി. നമ്മളെക്കാൾ ചെറുതാ, പക്ഷെ അവർക്ക് വയസ്സായി. ഇവിടെയൊക്കെ അടിപൊളിയാണേ. ഇവിടെ ഒരു എന്താ പറയുക, നമ്മളെ ഇന്റിമേറ്റ് വെഡിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് അല്ലേ? ബീച്ച് വെഡിങ്ങിനൊക്കെ പറ്റിയ ഒരു കിടൽ ഏരിയയാണിത്. പെണ്ണ് കിട്ടിയാൽ ഇവിടെ വന്ന് കഴിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ കാണാം. അതെ, കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. വെളിയിൽ അതിനുള്ള ബാങ്കിങ്ങിലുണ്ട്. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാ അവിടെയൊക്കെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഗൈസ്. ഇവിടുത്തെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ? കിഡിലെ വീഡിയോ. ഞാൻ അംജു, ശ്രീകുട്ടി, ഷോർട്ട് ഗേൾ, അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇട്ട വീഡിയോ ആണ്. നമ്മൾ ആദ്യം ഇട്ടപ്പോൾ വ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ഏകദേശം 3 ലക്ഷം പേര് കണ്ടു. 3.5 ലക്ഷം പേര് കണ്ടു. ആദ്യം ഇട്ടപ്പോൾ വ്യൂസ് ഒന്നുമില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മൈൻഡ് ചെയ്തിട്ട് കയറി നോക്കിയപ്പോഴത്തേക്ക് അടിയിൽ വന്നിട്ട് ഭയങ്കര കമൻറ്റും ഷെയറിങ്ങും ബഹളമൊക്കെ. നോക്കിയപ്പോൾ 3.5 ലക്ഷം വ്യൂസ് കഴിഞ്ഞു അല്ലേ? അതെ, 3.5 ലക്ഷം വ്യൂസ് കഴിഞ്ഞു. അടിപൊളി വീഡിയോ ആയിരുന്നു. മുഹമ്മദ് സുഫിയാൻ ആര് വിളിക്കുന്നു നിൻ്റെ ഫോണിൽ? ഇതിൽ മുഹമ്മദ് സുഫിയാൻ. ഓ, മുഹമ്മദ് സുഫിയാൻ അവൻ ആര്? യദുവിൻ്റെ ലൈവ് കണ്ടിട്ട് പറഞ്ഞതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ശംഖുമുഖത്ത് നിന്ന് പോവുകയാണ്. മഴയാണ്.
ആളുകളൊന്നും ഇല്ല കേട്ടോ, ആളുകളൊക്കെ കുറവാണ്. നല്ല മഴ അത്യാവശ്യം രീതിയിൽ പെയ്യുന്നുണ്ട്. വീട്ടിലോട്ട് പോകാം. ഗൈസ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. മഴയൊക്കെയാണ്, പിന്നെ വീട്ടിൽ പോകാണ്ടിരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് പരിപാടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാൻ. ബൈ.